ഹായ്, വെറും 2 മിനിറ്റ് കൊണ്ട് എളുപ്പം ഒരു ക്രോഷ്യ ലീഫ് ചെയ്തെടുത്താലോ? ചുമ്മാ പറയുന്നതല്ല, 2 മിനിറ്റ് ധാരാളമാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ 5 മിനിറ്റ് എടുത്തു, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ചെയ്തത് അത് കൊളായിട്ടുണ്ട്. ഞാനതിൽ 7 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് വന്നില്ല. പിന്നെ ഞാൻ ചെയ്തതിൽ 11 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ സ്ലിപ്പ് നോട്ട് ഇടുവാണ്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ കിടത്തി ഇങ്ങനെ ആദ്യം ചെയ്ത ലീഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊരു അബദ്ധമായിരുന്നു. എന്ത് കാരണം ഇത് ഈ വീഡിയോയുടെ മുന്നേ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നേരെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 7 സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഒരു ലീഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ ചുരുങ്ങി വന്ന് അത് ചെയ്യുമ്പോൾ ഉള്ള എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം ചുരുങ്ങി വന്ന് ആകെ കൊളായി. പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തെടുത്താണ് ഈ ഒരു ലീഫ്. ഇത് എളുപ്പം ചെയ്യാൻ പറ്റി. ആ ഒരു മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്തപ്പം എളുപ്പം ഇത് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റി കേട്ടോ. നമുക്ക് ഈ ഒരു ലീഫ്, ഈ ഫ്ലവറൊക്കെ ഏത് ഫ്ലവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും സൺഫ്ലവർ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. അപ്പം ഇവിടെ ഞാനൊരു 11 സ്റ്റിച്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റിച്ച് അങ്ങനെ എണ്ണുക, എന്നിട്ട് നമുക്ക് ആ രീതിയിൽ പോയത്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റിച്ചായി, ദെൻ ദിസ് ഇസ് തേർഡ് സ്റ്റിച്ച്. ഇപ്പോൾ ഇടയ്ക്ക് നീഡിലൊക്കെ തട്ടിമുട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. 4th 5th അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 11 സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് ഈ 11 സ്റ്റിച്ച് എടുത്തതിന് ശേഷം ആദ്യത്തെ 9 സ്റ്റിച്ചിലാണ് നമ്മൾ നീഡിൽ കിടത്തിയിട്ട് ഈ പറയുന്ന കാര്യം ചെയ്തെടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള സ്റ്റിച്ച് നമ്മൾ വെറുതെ വിടണം. അതെന്താ വെച്ചാൽ നമുക്ക് ഈ ലീഫ് പിടിക്കാനുള്ള ഒരു സ്റ്റെം പോലെ ആക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇവിടെ ഞാൻ 11 സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 11 സ്റ്റിച്ചിൽ ആദ്യത്തെ സ്റ്റിച്ച് വിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലൂടെ നീഡിൽ കിടത്തിയിട്ട് യാണിനെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ സ്റ്റിച്ചും ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ചെയിനിൽ കൂടിയും കിടത്തി വിടുക. അങ്ങനെ ഒരു 9 ചെയിനിൽ കൂടെ ഇതിങ്ങനെ കിടത്തി വിട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ ആ ഒരു യാണിൻ്റെ ലെങ്ത്ത് കണ്ടോ, നീഡിൽ ടച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു യാണിൻ്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കണം. ആദ്യത്തേത് കുറഞ്ഞു, രണ്ടാമത്തേത് കുറച്ച് കൂടി, മൂന്നാമത്തേത് അതിനേക്കാളും കൂടണം, നാലാമത്തേത് ഇപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഈ കണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടി കൂടിയില്ലേ, ആ ഒരു യാണിൻ്റെ ലെങ്ത്ത് കൂട്ടി എടുക്കുക. എന്നാൽ മാത്രമേ ആ ലീഫിൻ്റെ ആ കറക്റ്റ് സ്ട്രക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം അടുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടണം. ഇതിങ്ങനെ വലിച്ചെടുത്താൽ മതി, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 9 ചെയിൻ സ്റ്റിച്ചിലൂടെ നമ്മളുടെ നീഡിൽ കിടത്തി യാണിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ലൂപ്പ് കിട്ടും? 9 ചെയിൻ സ്റ്റിച്ച് പറയുമ്പോൾ നമുക്ക് 9 ലൂപ്പും കിട്ടണം അല്ലേ. അപ്പം ഇങ്ങനെ ആ ഒരു ലൂപ്പിലൂടെ ചെയ്തെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലൂപ്പിൽ മാത്രം, അതായത് യാൺ ഓവർ ചെയ്ത് നീഡിലിനെ ആദ്യത്തെ ലൂപ്പിൽ കൂടെ ഒന്നെടുക്കുക. പിന്നീടുള്ളതെല്ലാം 2 ലൂപ്പ് കൂടെ എടുക്കണം. ഇപ്പം ഇത് കണ്ടില്ലേ, ഇപ്പം ഞാനൊരു യാൺ ഓവർ ചെയ്തു, ആദ്യത്തെ ലൂപ്പ് കൂടെ എടുത്തു. ഇപ്പം ബാക്കിയെല്ലാം എന്താണ്, 2 ലൂപ്പ് കൂടെ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ലൂപ്പ് കൂടെ എടുക്കുക. പിന്നീട് ചെയ്യുന്ന എല്ലാ യാൺ ഓവറും 2 ലൂപ്പ് കൂടെ കടത്തിവിടുക, നീഡിലിനെ കടത്തിവിടുക. മനസ്സിലായോ? നിങ്ങൾക്കിത് നോക്കുമ്പോൾ എളുപ്പം മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കണ്ടില്ലേ, ഈ ഒരു രീതിയിലേക്ക് കിടത്തിയെടുക്കുക. ഇനി ഈ ഒരു സംഭവത്തിൽ നേരെ തിരിച്ച് പിടിക്കുക. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ പേഴ്സ് ഉണ്ടാക്കുമ്പോൾ തിരിച്ച് പിടിച്ചില്ലേ, അതേപോലെ തിരിച്ച് പിടിക്കുക. ആ സെയിം പാറ്റേൺ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആ സ്റ്റെപ്സ് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, തിരിച്ച് പിടിച്ചു, വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിച്ച് നോക്കുക. ആ ഒരു ഫസ്റ്റ് പോർഷനിൽ കൂടെ കിടത്തി, ദെൻ സെക്കൻഡ് പോർഷൻ, സെയിം പാറ്റേൺ അടാ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം മറക്കണ്ട കേട്ടോ. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ലെങ്ത്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. യെസ്, അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞു, യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് ലൂപ്പ് കൂടെ മാത്രം എടുക്കുക. ദെൻ ഇനി ചെയ്യുന്ന യാൺ ഓവർ 2 ലൂപ്പ് കൂടെ എടുത്ത് വിടുക. ഇപ്പം ഇനിയൊരു യാൺ ഓവർ എടുത്തു, അത് ഞാനിവിടെ സെക്കൻഡ് ലൂപ്പ് കൂടെ കടത്തി 2 ലൂപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യാൺ ഓവർ, അതും 2 ലൂപ്പിലൂടെ കിടത്തി വിട്ടു. അങ്ങനെ ഈ ഒരു ലീഫിനെ ഫുള്ളായിട്ട് എടുത്ത് ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. മനസ്സിലായോ? അപ്പം ഇതാണ് ആ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
നിങ്ങളൊന്ന് നോക്കുക, എളുപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുക, താല്പര്യമുള്ളവരിടുക. നമ്മളുടെ ഗീവ് അവേക്ക് ഇതെല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ. മീൻസ് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായോ എന്ന് ഒന്ന് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് കൂടെ പോരുക. താങ്ക് യു.